a lot of meaning in my life. They are probably most significant and valuable for me as compared to all the other expensive things in life. Hi friends, I'm Shalu Vinish. International Day for Older Persons is celebrated every year on October 1st. This day is observed to focus on the importance of senior citizens who sometimes are neglected in our society. This day emphasizes on our responsibilities towards our elders in order to make their lives happier. We the Georgians dedicate this video to older persons. നമസ്കാരം. ഇന്ന് ലോക വയോജന ദിനം. വൃദ്ധന്മാർക്കും ഒരു ദിനമോ? അതെ, പ്രായമായവർക്കും പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം. ശിശുക്കൾക്കും ബാലന്മാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവജനങ്ങൾക്ക് വരെ ഓരോ ദിനമുണ്ട്. അങ്ങനെ നോക്കിയാൽ വയോജനങ്ങൾക്കും ഒരു ദിനം വേണ്ടേ? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, ധാർമ്മിക മൂല്യങ്ങൾ, അവരെ സംരക്ഷിക്കേണ്ട ആവശ്യകത, ഇവയെല്ലാം ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രായമായവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്കൂളിലെ മുൻകാല അധ്യാപകനും സർവോപരി മുത്തച്ഛനുമായ ശ്രീ നാരായണൻ മാഷിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമസ്കാരം സർ, ഞങ്ങൾ ജോർജിയൻ അക്കാഡമി സ്കൂളിലെ കുട്ടികളാണ്. ഞങ്ങളുടെ സ്കൂളിലെ മുൻ അധ്യാപകനായ സാറിനെ കണ്ട് സംസാരിക്കുന്നതിനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മകനായി, അച്ഛനായി, ഇപ്പോൾ മുത്തച്ഛനുമായി ഏത് കാലഘട്ടമാണ് കൂടുതൽ ആസ്വാദ്യമായി സാറിന് തോന്നിയത്? എല്ലാം അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണുമല്ലോ. തീർച്ചയായിട്ടും മുത്തച്ഛനായിരിക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിലൊരു പ്രധാന ഘട്ടമാണ്. ജീവിതത്തിൽ സാറിനുണ്ടായ മറക്കാനാവാത്ത ഒരനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാൻ ഇതേപോലെ എഴുത്തുപടിക്കൊടുത്ത മഴവിൽ ജനിച്ചു തുടങ്ങിയ എന്നെ പഠിപ്പിക്കുന്നത് എന്നെ പഠിപ്പിച്ച ആശാന്റെ പേര് കുഞ്ചു ആശാനുണ്ടായി. അപ്പൊ അദ്ദേഹം വളരെ കർശന സ്വഭാവക്കാരാണ്. അക്ഷരം തെറ്റിയാൽ അന്ന് മണലിട്ട് പിടിക്കും, അത്ര ശിക്ഷ കൊടുത്തു. പക്ഷെ അതിനെയൊക്കെ എന്താ പറയാ, നമ്മൾ സന്തോഷത്തോട് ചോദിച്ചു എന്ന് പറയും, നീ എന്നെ ഓർക്കോ എന്ന് പറയും. ഒരു കണക്കിന് ആ അന്നത്തെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാല് ജീവിത കവിതകളുണ്ട്. ജീവിതം എനിക്കൊരു ചുവടയായിരുന്നപ്പോൾ ഭൂമിയിലാണ് വെച്ചിട്ടാൽ എന്ന് ഞാൻ ഉളവാക്കിയത്. പഴയകാലത്തെ അധ്യാപകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ത്യാഗപൂർണ്ണമായി. അങ്ങനെ പൊതുവെ പറഞ്ഞാൽ എന്റെ പിന്നെ അധ്യാപക ജീവിതത്തിൽ എനിക്ക് ഞാൻ എറണാകുളത്ത് കുറെ സ്കൂളിൽ നോക്കി, ഒരിടത്തും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ റിട്ടയറായതിനു ശേഷം ജോർജിയൻ അക്കാദമി പഠിപ്പിച്ചൊരു അനുഭവമായി. കാരണം അന്ന് ഞാൻ ജോലിക്ക് പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്കെന്തെങ്കിലും ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് വിമാനത്തിനും എന്നെ അവിടെ വിളിച്ചത്. അത് വളരെ ഒരു എന്താ പറയുക, അതിന് നടക്കാൻ പറ്റാത്തൊരു റിട്ടയർമെന്റ് കാലം ജോലിയത്തിലൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ അന്ന് ഓർമ്മ മേഡമായിരുന്നു നേരത്തെ പ്രിൻസിപ്പൽ. ആഹ്ലാദകരമായിരുന്നു, സന്തോഷമായൊരു 5 വർഷക്കാലം അവിടെ കഴിഞ്ഞു. അതിനും ഒരു വർഷം ഞാൻ സെന്റ് ജോൺസ് പറവൂരിൽ പോയി, സീനിയർ സ്കൂളിൽ അവിടെ തെക്കം പറഞ്ഞു. അപ്പോ ഈ 5 വർഷക്കാലം ഞാൻ പോയത് അറിഞ്ഞില്ല. യുവജന അക്കാദമിയിലെ 5 വർഷക്കാലം ആഹ്ലാദകരമായിരുന്നു, ഉറപ്പാണ്. റിട്ടയർമെന്റ് കാലത്ത് എനിക്ക് സമ്മാനമായിട്ടുണ്ട്. കാരണം പൊതുവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപക ജീവിതവും റിട്ടയർമെന്റ് കാലഘട്ടവും എനിക്ക് ആഹ്ലാദകരമാണ്. വയോജനങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും പ്രാധാന്യം കുറയുന്നുവെന്ന് കേട്ടു. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? വയോജനങ്ങൾക്ക് പൊതുവിൽ വളരെ കഷ്ടകാലം എന്നും പറഞ്ഞാൽ മതി. കാരണം എന്താ, പ്രായമായവരൊന്നും ചെയ്യാം, റെസ്റ്റ് ലൈഫ് റെസ്റ്റാണ്. അതിലൊക്കെ സംരക്ഷണം ഗവൺമെന്റും ഉണ്ട് കേട്ടോ.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ജനറേഷൻ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വയോജനങ്ങളെ ഇങ്ങനെ തട്ടേണ്ടവരാണോ, നമുക്ക് വഴി കാണിച്ചു തന്നവരല്ലേ, നമുക്ക് ജീവസാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും അവർ കൂടെയല്ലേ, ഈ ബോധം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വളരെ പേടിയമാണ്, ഭാവി ഇതിനേക്കാളും കഷ്ടമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ആരോഗ്യ സംരക്ഷണം, ഭക്ഷണ രീതി, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് ശ്രദ്ധിക്കാറുണ്ടോ? ഈ കാര്യങ്ങളെ കുറിച്ച് വയോജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? റിട്ടയർമെന്റ് ആയാൽ പിന്നെ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് റിട്ടയർമെന്റിന്റെ ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്. അപ്പൊ റിട്ടയർമെന്റിനാവുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരം സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പൊ അധികം റിട്ടയർ ആയ ആളുകൾ ഉടനെ ഒന്ന് പോയി ഏതെങ്കിലും ദേവാലയത്തിന്റെ കമ്മിറ്റി മെമ്പറായിരിക്കാൻ ആഗ്രഹിക്കും. അവർക്ക് നല്ല പെൻഷൻ കിട്ടുന്നു. ആ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ട് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഇടപെടാനുള്ള ഒരു മനസ്സിന് കുറവാണെന്ന് കാണുന്നത്. പ്രായമായി എന്ന് ചിന്തിച്ച് വിഷമിച്ചു കഴിയുന്ന കുറെ വൃദ്ധജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രായമായി എന്നുള്ളതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. അത് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് സ്വാഭാവികമായിട്ട് പ്രായത്തെ നമ്മൾ മാനിക്കുകയും ചെയ്യും. അതനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിനും പക്ഷെ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ടേ അവൻ അധ്വാനിക്കും. കഴിയുന്നതനുസരിച്ച് അധ്വാനം, അത് അധ്വാനമാണ് ഏറ്റവും നല്ലത്. ഒരു അധ്യാപകനും മുത്തച്ഛനുമായ സാറിന് ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഏറ്റവും ആദ്യം പഠനമാണ്. ഗുരുവും ദൈവവും ഒരുമിച്ച് നിൽക്കും. സപ്പോസ് അപ്പൊ ഞാൻ ആരുടെ പാദങ്ങളിൽ നമസ്കരിക്കും? കനകദാസ് പറയുന്ന ആദ്യം ഗുരുവിന്റെ പാദങ്ങൾ നമസ്കരിക്കണം. കാരണം എന്താ? ഈ ദൈവമെന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ ഗുരുദേവൻ ചെയ്തതിന്റെ മൂന്നിലൊന്നും പോലും വടക്കേന്ത്യയിൽ ഉണ്ടാവില്ല. കാരണം എന്താ? വടക്കേന്ത്യയിൽ ജീവിത രീതി അങ്ങനെയായിരിക്കും. പക്ഷെ കേരളം മാറാൻ കാരണം എന്താ? ഇവിടെ നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്, പള്ളിക്കൊപ്പം പള്ളിക്കൂടവും ഉണ്ട്, അതുപോലെ തന്നെ ദേവാലയങ്ങളും മറ്റ് ആരാധനകൾ ദേവാലയങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ട് വളരെ മാറ്റം പോകും. അപ്പോ കുട്ടികൾ ഏറ്റവും പ്രധാനം സാമൂഹിക നിരീക്ഷണം നടത്തും, വായിക്കണം. എല്ലാ ചാനലിലും കാണും, പക്ഷെ കാണുന്ന ചാനൽ എല്ലാം സത്യമാണെന്ന് വിചാരിക്കണം. എന്തായാലും നല്ലതിനെ തിരിച്ചെടുക്കണം. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിനും സാറിന്റെ അനുഭവം ഞങ്ങളുമായി പങ്കുവച്ചതിനും വിലപ്പെട്ട ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തന്നതിനും സാറിനോട് ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കും ഈ ജോലി അക്കാദമിയിലെ ടീച്ചേഴ്സും നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് കൂടാൻ ഒരു അവസരം ഉണ്ടായതിലും എനിക്കും എന്റെ കുടുംബത്തിനും വളരെ സന്തോഷം. In this fast-paced lifestyle, older people played a critical role. May it be through volunteer work, transmitting experience and knowledge, and even helping their families with responsibility. Full participation of older persons bring tremendous benefits to all generations. Thank you for your love, for your prayers, for the things you've given. How could we recount all you've done on this side of heaven? We're grateful, and we wanna say thank you for all the things you say and do. Thank you for showing us a love that's true. Thank you, this simple song is not enough. Thank you for loving us. Na 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 na. Na 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 na. All those summer nights spent with you, sitting on your porch swing. I can still hear your voice and the songs that you sing. Sweet memories that won't fade away. No, thank you for all the things you say and do. Thank you for showing us your love that's true. Thank you, this simple song is not enough.
ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. ഭോഷത്വം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വാൻ നടക്കുന്നു. ആമേൻ. You spend time with me. You see the best in me, and you're great to be around. You read books to me. You want me to succeed, and your wisdom is profound. How wonderful it is to know you, to learn from your experience. So thank you, Grandma, thank you, Grandma. I'm so very glad you're in my life. I just had to let you know. काणी नागेश्वरी पार्वती शंकरी चरणं मे तव चरणयुगम्. A grandmother is a little bit parent, a little bit teacher, and a little bit best friend. A grandmother is a remarkable woman. She is wonderful combination of warmth and kindness and laughter and love. Our headmistress Tessa ma'am is an epitome of love and care. Let's hear to her words. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒക്ടോബർ 1, ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പീപ്പിൾ. ഒരു മനുഷ്യായുസിന്റെ അവസാനത്തെ അവസ്ഥയാണ് വാർദ്ധക്യം. നിങ്ങളിൽ പലർക്കും വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും. പലരും ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാൻ തക്ക ആരോഗ്യസ്ഥിതിയുള്ളവരുമാണ്. എന്നാൽ ചിലരെങ്കിലും ഓർമ്മശക്തിയും കാഴ്ചയും കേൾവിയുമൊക്കെ മങ്ങി സ്വന്തം കാര്യങ്ങൾക്ക് പോലും ആവതില്ലാത്ത അവസ്ഥയിലുള്ളവരുമുണ്ടാകാം. പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ ജീവിതത്തിന്റെ നല്ല കാലഘട്ടം മുഴുവൻ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും വേണ്ടി കഠിനമായി പ്രയത്നിച്ചതിന്റെ ഫലമായി ഓജസ്സും ഊർജവും നഷ്ടപ്പെട്ടാണ് ഈ അവസ്ഥയിലേക്ക് അവരെത്തിയത്. അതുകൊണ്ട് സ്നേഹിക്കപ്പെടുവാനും പരിചരിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനുമൊക്കെ അവർക്ക് അവകാശമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും കടമയുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോട് ഒരുമിച്ച് കുറച്ച് സമയം ദിവസവും ചെലവഴിക്കണം. അവരുടെ ജീവിതത്തിലെ വലിയ ജീവിതാനുഭവങ്ങൾ അത് സംസാരിക്കുകയും അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഒരു പാഠമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ എന്നും ഉറങ്ങും മുമ്പ് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് ഒരു സ്നേഹചുംബനം ഒരു ശീലമാക്കണം. നമ്മുടെ സ്കൂളിലെ IT ക്ലബിലും ഇംഗ്ലീഷ് ക്ലബിലെയും കുട്ടികൾ ചേർന്ന് ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി വിവിധ ഇനം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുട്ടികളെയും അധ്യാപകരെയും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുത്ത പാരന്റ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Dance is the joy of movement and the heart of life. Let's enjoy. प्यारे दादाजी है सबसे अनमोल, कितने मीठे उनके अनुभव के कुछ बोल। प्यारे दादाजी है सबसे अनमोल,
कितने मीठे उनके अनुभव के कुछ बोल। घर की वो रौनक है, क्या मैं करूं गुणगान। सबके चहीते हैं, है रिश्तों की शान। प्यारे दादाजी है सबसे अनमोल। कितने मीठे उनके अनुभव के कुछ बोल। ला 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 ला। घर के बड़े कभी छोटों को डांट भी देते। दादाजी प्यार से उनको पास में लेते। घर के बड़े कभी छोटों को डांट भी देते। दादाजी प्यार से उनको पास में लेते। समझाते सहलाते बच्चे भी मुस्कुराते। बच्चों की तरह फिर वो बच्चे ही होते। तरमपम कहानी और किस्सों को करते हैं वो बयान। सबको है उनसे प्यार, है सबको अभिमान। प्यारे दादाजी है सबसे अनमोल। कितने मीठे उनके अनुभव के कुछ बोल। ला 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 ला। A grandmother is like an angel who takes you under her wing. She prays and watches over you, and she would give you anything. The sound of music ravails of the sweetest charming memories I used to have with my grandmother. Hers a grandmother singing a sweet song for us. കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ആഴക്കടലിൽ ഞാൻ താഴാതെ വലങ്കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ആഴക്കടലിൽ ഞാൻ താഴാതെ വലങ്കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ജീവിതമാം പടകിൽ ഞാൻ നാഥനോടൊത്തു ഞാൻ യാത്ര ചെയ്യും. ജീവിതമാം പടകിൽ ഞാൻ നാഥനോടൊത്തു ഞാൻ യാത്ര ചെയ്യും. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. ഒറ്റവർ സ്നേഹിത ബന്ധുക്കൾ ഏവരും കൈവിടും സമയത്ത്. ഒറ്റവർ സ്നേഹിത ബന്ധുക്കൾ ഏവരും കൈവിടും സമയത്ത്. അമ്മതൻ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത പൊന്നേശു കൂടെയുണ്ട്. അമ്മതൻ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത പൊന്നേശു കൂടെയുണ്ട്. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം. Age is not how old you are, but how many years of fun you have had to make an elder person happy
ആരുമില്ല, എല്ലാവരും ടിവിയുടെ മുന്നിലാണ്. കടന്നു കോവിഡ്. ഈ പോക്കിത് എങ്ങോട്ടാ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മുടെ സുരക്ഷ നാം തന്നെ ഉറപ്പാക്കുക. Where is my pen? I don't remember that. Where I kept it. ഇന്നത്തെ യുവതി നാളത്തെ വൃത്ത.